ഏലിയാവ് ഇപ്പൊ എന്തിനു വേണ്ടിയാ പ്രാർത്ഥിക്കുന്നേ? മഴ പെയ്യാൻ. 3.5 വർഷമായിട്ട് എന്താ ഇല്ല? മഴയില്ല. മഴ പെയ്യാൻ പ്രാർത്ഥിച്ച ആൾ എന്തിനാ കടലിന് അഭിമുഖമായി ഇരുന്ന് പ്രാർത്ഥിച്ചതും കടൽക്കരയിലേക്ക് പോയി നോക്കാൻ പറഞ്ഞതും? എന്തിനാ കടലിന്റെ അഭിമുഖമായി പോയി നോക്കുന്ന മഴ വരുന്നോന്നറിയാൻ? പുള്ളി പ്രാർത്ഥനയിലിരിക്കുക മഴ പെയ്യാൻ. ഏലിയാവ് പ്രാർത്ഥിച്ചത് കടലിന് അഭിമുഖമായിട്ടാണ്. മെഡിറ്ററേനിയൻ സീ, ഇസ്രായേലിൽ പോകുമ്പോൾ നമുക്കത് കാണാം. ആ മെഡിറ്ററേനിയൻ സീക്ക് അഭിമുഖമായി ഇരുന്നു കൊണ്ടാണ് മൗണ്ടനിൽ ഏലിയാവ് പ്രാർത്ഥിക്കുന്നത്. എന്തിനാ? എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ, എൻ്റെ ഒരു ഇമാജിനേഷനാണ്, പുള്ളി കണ്ണും തുറന്നു പിടിച്ചായിരിക്കും ഒരു വർഷം പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റും. എന്തിനു വേണ്ടിയാണ് നീ പോയി കടലിന് അഭിമുഖമായി നോക്കിയേച്ച് വരാൻ പറഞ്ഞേ? കാരണം അതൊരു ഫെയ്ത്താണ്, വിശ്വാസത്തോടുള്ള ഒരു പ്രാർത്ഥനയുടെ ഒരു ഭാഗമാണ്. കാരണം ഈ മഴ വരികയാണെങ്കിൽ മറ്റേത് സ്ഥലങ്ങളെക്കാളും അധികം പെട്ടെന്ന് അറിയാൻ പറ്റുന്നത് നമ്മൾ ഒരു ബീച്ചിൻ്റെ സൈഡിൽ നിന്നാലാണ്. പെട്ടെന്ന് കാർമേഘം കയറി വരുന്നത് നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് കാണാം. മഴ പെയ്യാൻ പ്രാർത്ഥിച്ച ഏലിയാവ് കടലിന് അഭിമുഖമായി ഇങ്ങനെ നോക്കി പ്രാർത്ഥിക്കുന്നത്, സത്യം പറഞ്ഞാൽ പുള്ളി കാർമേഘത്തെ കണ്ടോണ്ടുള്ള ഒരു പ്രാർത്ഥനയാണ്. കണ്ടോണ്ട് പ്രാർത്ഥിക്കണം. ചിലതൊക്കെ കണ്ടോണ്ട് പ്രാർത്ഥിക്കണം. പിള്ളേർ അനുഗ്രഹിക്കപ്പെടുന്നത് കണ്ടോണ്ട് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. മക്കളെയും കൊച്ചുമക്കളെയൊക്കെ കളിപ്പിക്കുന്നത് കണ്ടോണ്ട് പ്രാർത്ഥിക്കണം. എല്ലാ ഭയങ്ങളും വിട്ടുപോകട്ടെ. അത് കണ്ടോണ്ട് പ്രാർത്ഥിക്കണം. ഹന്ന എന്ന് പറയുന്ന സഹോദരി തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. കൊച്ചില്ലായിരുന്നു, മക്കളില്ലായിരുന്നു. പെനീനായ്ക്ക് മക്കളുള്ളപ്പോൾ ഹന്നായ്ക്ക് മക്കളില്ലായിരുന്നു. ഹന്ന വളരെ നിരാശപ്പെട്ടു, ദൈവത്തോട് പ്രാർത്ഥിച്ചു. എന്നാൽ ഹന്നയ്ക്ക് ഒരു സാമുവേലിനെ ദൈവം കൊടുത്തു, ഒരു മകനെ കൊടുത്തു. ഹന്ന ഈ പള്ളിയിൽ വന്നിട്ട് ഈ കൊച്ചുമായിട്ട് സാമുവേലിനെ കൈ പിടിച്ചോണ്ട് പള്ളിയിൽ വന്നിട്ട് ഏലി പുരോഹിതനോട് എന്തോ പറഞ്ഞെന്നറിയോ? യജമാനനെ, എന്നെ ഓർക്കുന്നുണ്ടോ? ഞാനാണ് ഈ പള്ളിയിൽ വന്നിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സഹോദരി. ഇവന് വേണ്ടിയാ ഞാൻ പ്രാർത്ഥിച്ചതെന്ന് എന്ന് പറഞ്ഞാൽ, ഏലി പുരോഹിതനെ, ഞാൻ പ്രാർത്ഥനാമുറിയിൽ കണ്ടതിനെയാ എൻ്റെ കയ്യെ പിടിച്ചേക്കുന്നതെന്ന്. എൻ്റെ പ്രാർത്ഥനാമുറിയിൽ ഞാൻ കണ്ടതിനെയാ ഞാൻ കയ്യെ പിടിച്ച. ദൈവത്തിന്റെ അഭിഷിക്തൻ എന്ന നിലയിൽ ഞാനൊരു വാക്ക് റിലീസ് ചെയ്യുന്നു. നിന്റെ പ്രാർത്ഥനാമുറിയിൽ നീ വിശ്വാസത്താൽ കണ്ടതിനെ ദൈവം നിന്റെ കയ്യിൽ തരും. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നിന്റെ പ്രാർത്ഥനാമുറിയിൽ നീ വിശ്വാസത്താൽ കണ്ട ശുശ്രൂഷ, നിന്റെ പ്രാർത്ഥനാമുറിയിൽ നീ വിശ്വാസത്താൽ കണ്ട വാഗ്ദത്തം, നിന്റെ പ്രാർത്ഥനാമുറിയിൽ നീ വിശ്വാസത്താൽ കണ്ട തലമുറ, നിന്റെ പ്രാർത്ഥനാമുറിയിൽ നീ വിശ്വാസത്താൽ കണ്ട ഭവനം, നിന്റെ പ്രാർത്ഥനാമുറിയിൽ നീ വിശ്വാസത്താൽ കണ്ട വാഹനം, നിന്റെ പ്രാർത്ഥനാമുറിയിൽ നീ വിശ്വാസത്താൽ കണ്ട സകലതും യേശുവിന്റെ നാമത്തിൽ നിന്റെ കരത്തിൽ എൻ്റെ ദൈവം